ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നാക്സോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയി കറി പോലും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമുക്ക് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ ആട്ടമാവാണ് അഥവാ നമ്മുടെ ഗോതമ്പ് പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ അളവോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 250 മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി ഈ ഒരു മാവിൽ അതുപോലെ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആകുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. അതുകൂടി ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മാവിൻ്റെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവും കൂട്ടാനായിട്ട് നോക്കട്ടോ. എങ്കിലേ നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഒരു കോഴിമുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് രീതിയിലായിട്ട് കിട്ടൂല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 2 കപ്പ് പൊടിക്ക് 2 കപ്പ് അളവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ എടുക്കുന്ന പാത്രം ഏതാണോ ആ ഒരു പാത്രത്തിൻ്റെ അളവിൽ തന്നെ വെള്ളവും എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. കട്ടിയൊന്നും കെട്ടാണ്ട് വേണം കേട്ടോ ഈ ഒരു മിക്സ് നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം വീണ്ടും 1 കപ്പ് കൂടി വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ ഒരു ബാറ്റർ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയൂല കേട്ടോ. അപ്പം നമ്മൾ നല്ല ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വിക്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ബാറ്റർ കട്ടിയൊന്നും കെട്ടാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു തവി എടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ നന്നായിട്ട് അതിലുണ്ടാവുന്ന ആ ഒരു കട്ട മുഴുവനായിട്ട് ഇതിൽ നിന്ന് നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ച് എടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ച് കൊടുക്കുക. പാന് നന്നായി ചൂടാകുന്ന ടൈമിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വലിയ പാത്രം നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ തവിയിൽ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്നില്ലേ ആ ഒരു രീതിയിലായിട്ട് ചുട്ടെടുക്കുക. നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് തടവി ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചു കൂടി ഇട്ട് കൊടുക്കുക. തിരിച്ച് ഇട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ടൈം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ആ ഒരു മുട്ടയൊക്കെ ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് വേവാനായിട്ട് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എന്തായാലും അതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതാ ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാരയുടെ കൂടെയും പാലിൻ്റെ കൂടെയും അതുപോലെ നല്ല കറിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നമ്മൾ പല രീതിയിലുള്ള ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കുക.
നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ഉഴുന്ന് ദോശയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ, അരിദോശയൊക്കെ കഴിച്ചിട്ട് മടുത്തെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലുള്ള റെസിപ്പീസിൻ്റെ വീഡിയോ മുമ്പും കുറേ ഒന്നും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട്. നല്ല സോഫ്റ്റാണ്. നമ്മുടെ കുട്ടികളാണെങ്കിലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര മടിയായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കാൻ. ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പി വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.